ഹലോ പീപ്പിൾ, ഇന്നലെ മാർക്കറ്റിൽ പോയപ്പം നല്ല പ്രോൺസ് കണ്ടു. അങ്ങനെ പ്രോൺസ് മേടിക്കാമെന്ന് വിചാരിച്ച്. നല്ല ഫ്രഷ് പ്രോൺസ് ആയിരുന്നു. നല്ലപോലെ റണ്ണിങ് വാട്ടറിനകത്ത് കഴുകി എടുത്തു. പ്രോൺസ് വൃത്തിയാക്കുന്നത് ഇച്ചിരി പണിയുള്ള കാര്യമാണ്. ഡീവെയിൻ ചെയ്തു. 1 കിലോ പ്രോൺസാണ് നമ്മൾ മേടിച്ച്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ പ്രോൺസിൻ്റെ മസാല റെഡിയാക്കി, കൂട്ട് റെഡിയാക്കി. അത് നമ്മുടെ തക്കാളിയും ഉള്ളിയും മസാല, പിന്നെ പൊടിയാണെങ്കിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, അതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തു. പിന്നെ നമ്മളുടെ മറ്റ് ബേ ലീഫും സ്റ്റാറും അതെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലപോലെ വരട്ടിയെടുത്ത്. പിന്നെ നമ്മുടെ നല്ല ഫ്രഷ് പ്രോൺസിനെ ഈ കൂട്ടത്തിനകത്ത് ഇട്ട് വേവിക്കാൻ. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തു. നല്ലപോലെ മസാല പിടിക്കാൻ എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തു. പിന്നെ ഇത് കുറച്ച് നേരം അടിച്ചു വെക്കണം. നമ്മുടെ പ്രോൺസ് എല്ലാം വെന്ത് കിട്ടാൻ മസാല പിടിക്കാൻ വേണ്ടി അടിച്ചു കൊടുത്തു. അങ്ങനെ നല്ലപോലെ തിളച്ച് വന്നു. ഇപ്പം ഇച്ചിരി കൂടെ ആവാനുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങളുടെ പ്രോൺസ് മസാല ഒരുമാതിരി റെഡി. പിന്നെ ഞാൻ ചപ്പാത്തി, നമ്മൾ മൾട്ടിപർപ്പസ് ഫ്ലോർഡ് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി. ചൂട് ചപ്പാത്തി അന്നേരം തന്നെ ഞാൻ ചൂടോട് ചുട്ടെടുത്തു, പൊള്ളിച്ചെടുത്തു. നല്ല എൻ്റെ മമ്മി ഉണ്ടാക്കിയ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വീട്ടിൽ ഉണ്ടാക്കിയ നെയ്യും കൂടെ പരട്ടി നല്ല ചൂട് ചപ്പാത്തിയും സേമിയ ഗ്രേവി പ്രോൺസ് കറിയും കഴിച്ചു. മൈ ഗോഡ്, ഇറ്റ് വാസ് ഡെലീഷ്യസ്. ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ ചപ്പാത്തി. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ബുൾസൈ ഈസ് ഹിസ് ഫേവറേറ്റ്. അങ്ങനെ ഞാനൊരു ബുൾസയും കൂടെ ഉണ്ടാക്കി. പിന്നെ മറ്റേത് റെഡി. ഇതായിരുന്നു എൻ്റെ പ്രോൺസ് മസാല. മൈ ഗോഡ്, ഇറ്റ് വാസ് റിയലി യമ്മി വിത്ത് ചപ്പാത്തി, ബുൾസൈ ആൻഡ് പ്രോൺസ്. എല്ലാം നല്ലപോലെ വെന്തായിരുന്നു. പ്രോൺസ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. This is my final grade, friends. I hope you like it. Please do try. Thank you.